ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ബൗള് തേങ്ങ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ തേങ്ങ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ആ ഗീയുടെ ആ ഫ്ലേവറെല്ലാം തേങ്ങായി പിടിക്കുന്നിട വരെ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കതിന് ശേഷം അതേ പാനിൽ തന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് നല്ല ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ പച്ച ഒരു ഇതെല്ലാം മാറുന്നിടം വരെ നമുക്കിതൊന്ന് നെയ്ക്കകത്തൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമുക്കിതായി ഗോതമ്പ് പൊടി ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ആ നെയ്ക്കകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ നെയ്ക്കകത്ത് വഴറ്റി വെച്ചിരുന്ന നമ്മുടെ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഞാനൊരു 100 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര ഞാൻ ഇതുപോലെ പാനിയാക്കി ഇതുപോലെ അരിച്ചെല്ലാം വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് ചെറു തീയിലിട്ട് കുറച്ച് നേരം ഒരു 6-7 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്കിത് ആ ഒരു നെയ്യും ആ ഒരു ഇതിൻ്റെ ആ ഒരു തേങ്ങയുടെ ഫ്ലേവറും ഗോതമ്പ് പൊടിയുടെ അതെല്ലാം നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ആ ഒരു ചെറു തീക്കകത്ത് കിടന്ന് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു കണക്കിന് നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഇതുപോലെ നെയ്ക്കകത്തൊന്ന് വറുത്തതാണ്. അതും കൂടെ പൊടിച്ച് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഷേപ്പുള്ളൊരു ബൗളാണ്. നമുക്കിത് ഒരു ചെറിയൊരു കണ്ടെയ്നറാണ്. ഇതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഞാനിതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പിന് നമുക്കിതെല്ലാം ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. ഇതിന് ആ ഗോതമ്പ് പൊടിയുടെ ഫ്ലേവറൊന്നും നമുക്ക് അറിയത്തേ ഇല്ല. ഇത് നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ലതായിട്ട് ഇഷ്ടമാകുന്നതായിട്ടുള്ളൊരു സ്വീറ്റാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.